48 വയസ്സുവരെ മാത്രമേ ഫിറോസ് ഗാന്ധി ജീവിച്ചുള്ളൂ. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ത് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. നെഹ്റു കുടുംബത്തോടുള്ള ആരാധനയാണ് അദ്ദേഹത്തെ ഇന്ദിരയോട് അടുപ്പിച്ചത്. അലഹബാദിലെ തെരുവിൽ മുദ്രാവാക്യം മുഴക്കി നീങ്ങിയ കമലാ നെഹ്റു കുഴഞ്ഞു വീണപ്പോൾ സ്കൂൾ മതിലിൽ നിന്ന് ചാടിയിറങ്ങി സഹായിക്കാൻ ചെന്ന കുട്ടിക്കാലം തൊട്ടേയുള്ള ആരാധന. എന്നാൽ റായ്ബറേലിയിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയ ഫിറോസ് ഗാന്ധി മറ്റൊരാളായി. ആദ്യ പ്രസംഗത്തിൽ തന്നെ അഴിമതിക്കെതിരെ ഫിറോസ് ആഞ്ഞടിച്ചു. രാമകൃഷ്ണ ഡാൽമിയയുടെ ഇൻഷുറൻസ് കമ്പനിയിലെ അഴിമതി അദ്ദേഹം എണ്ണി പറഞ്ഞു. ആ പ്രസംഗത്തിന് പിന്നാലെ ഡാൽമിയ ജയിലിലേക്ക്. വൈകാതെ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ചു. 57 വീണ്ടും ഫിറോസ് സഭയിലേക്ക് ജയിച്ചെത്തി. വീണ്ടും അഴിമതി തുറന്നുകാട്ടി. ഹരിദാസ് മുന്ദ്രയുടെ കമ്പനിയും LICയും തമ്മിലുള്ള അഴിമതി. നിങ്ങളുടെ മന്ത്രിസഭയിൽ അഴിമതിക്കാരുണ്ട്, നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ഫിറോസ് പറഞ്ഞു. ആദ്യം അന്നത്തെ ധനകാര്യമന്ത്രി TT കൃഷ്ണമാചാരിയുടെ പണി പോയി. ഫിനാൻസ് സെക്രട്ടറി HM പട്ടേൽ പിന്നാലെ തൊഴിൽരഹിതനായി. പാർലമെന്റ് അഴിമതി വിരുദ്ധ സമരത്തിന്റെ അരങ്ങാണെന്ന് സ്വന്തം സർക്കാരിനും പ്രതിപക്ഷത്തിനും പറഞ്ഞുകൊടുക്കുകയായിരുന്നു അന്ന് ഫിറോസ് ഗാന്ധി.